Hi friends, welcome to the audio sessions of Kerala PSC Online Guruji YouTube channel. This is Rohit and today we are discussing the history. The previous class we completed the important points related to 1857 revolt and today we are discussing an important chapter, the earlier uprising in the British India. The earlier uprising in the British India we divided into South Indian and North Indian. We firstly look into the uprising in the northern side of India. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 1857 സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ പല ഭാഗത്തായി നടന്ന വിപ്ലവങ്ങളും കലാപങ്ങളെയും പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ നടന്ന വിപ്ലവങ്ങളെയും കലാപങ്ങളെയും ഉത്തരേന്ത്യയിൽ നടന്നത് ദക്ഷിണേന്ത്യയിൽ നടന്നത് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം ഉത്തരേന്ത്യയിൽ നടന്ന കലാപങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. സോ മൂവിങ് ടു ദ ഇമ്പോർട്ടൻറ്റ് earlier uprising happened in North India. The first one is Fakir uprising. They happened in 1776-77 period. The main participants were the fakirs of the Muslim community. The reason for this rebellion was the levy rates of British Company. The reason for this rebellion was the levy rates and related problem. The leaders of the revolt were Majnun Shah and Chirag Ali Shah. The leaders of Fakir rising, Majnun Shah and Chirag Ali Shah. This uprising happened in the area of Bengal, Bihar and Odisha. It happened in the area of Bengal, Bihar and Odisha. ഇപ്പോൾ അതിലാദ്യത്താണ് ഫക്കീർ അപ്രൈസിങ് അല്ലെങ്കിൽ ഫക്കീറുകളുടെ കലാപം. 1776-77 കാലഘട്ടത്തിൽ ബംഗാൾ, ബീഹാർ, ഒഡീഷ മുതലായ ഭാഗത്താണ് ഫക്കീർ ലഹള നടന്നത്. 1776-77 കാലഘട്ടത്തിൽ ബംഗാൾ, ബീഹാർ, ഒഡീഷ മുതലായ സ്ഥലങ്ങളിൽ നടന്ന കലാപമാണ് ഫക്കീർ കലാപങ്ങൾ. ഈ കലാപത്തിൽ പങ്കെടുത്ത പ്രധാന ആൾക്കാർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സന്യാസികളായിട്ടുള്ള ഫക്കീറുകളായിരുന്നു. മുസ്ലിം വിഭാഗത്തിലെ സന്യാസി വര്യന്മാരായിട്ടുള്ള ഫക്കീറുകളായിരുന്നു ഈ കലാപത്തിൽ പങ്കെടുത്ത പ്രധാന ആൾക്കാർ. ഈ കലാപത്തിനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷ് കമ്പനിക്ക് മുസ്ലിങ്ങളോടുള്ള ഫക്കീറുകളോടുള്ള ടാക്സ് റേറ്റിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഫക്കീർ അപ്രൈസിങ് ഉണ്ടാകുന്നത്. ബ്രിട്ടീഷ് കമ്പനിക്ക് മുസ്ലിങ്ങളോടും ഫക്കീറുകളോടും ഉണ്ടായിരുന്ന ടാക്സ് റേറ്റിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഫക്കീർ ലഹള ഉണ്ടാകുന്നത്. ഈ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കന്മാർ മജ്നും ഷാ, ചിരാഗ് അലി ഷാ എന്നിവരായിരുന്നു. ഫക്കീർ അപ്രൈസിങ്ങിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾ മജ്നും ഷാ, ചിരാഗ് അലി ഷാ എന്നിവരായിരുന്നു. അപ്പോൾ ഫക്കീർ അപ്രൈസിങ് നടന്നത് 1776-77 കാലഘട്ടത്തിലാണ്. ഫക്കീർ അപ്രൈസിങ് അഥവാ ഫക്കീർ ലഹള. ഇതിലെ പ്രധാന പങ്കാളികൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഫക്കീറുകൾ എന്നറിയപ്പെടുന്ന സന്യാസി വര്യന്മാരായിരുന്നു. ഈ ലഹള നടന്നത് ബംഗാൾ, ബീഹാർ, ഒഡീഷ മുതലായ മേഖലയിലായിരുന്നു. ഈ ലഹളയ്ക്ക് കാരണം ബ്രിട്ടീഷുകാർക്ക് ഫക്കീറുകളോടുണ്ടായിരുന്ന ടാക്സ് റേറ്റിലെ പ്രശ്നങ്ങളായിരുന്നു. ഫക്കീർ അപ്രൈസിങ്ങിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് മജ്നും ഷാ, ചിരാഗ് അലി ഷാ. മജ്നും ഷാ, ചിരാഗ് അലി ഷാ. The second one is Sannyasi uprising. Sannyasi uprising happened during the period of 1770 to 1820. 1770 to 1820. It also happened in the area of Bengal, Bihar and Odisha. The affected areas were Bengal, Bihar and Odisha. The main participants were the sannyasis, that is the monks of Hindu community. The main participants were the sannyasis. They are
once a part of armies of some Indian party states, the sannyasis. The cause of the rebellion was the restriction imposed on for their holy place visiting. The reason for this uprising was the restriction imposed on the sannyasis for their holy place visiting. The Fakir Sannyasi uprising, both of them, the Fakir uprising and the Sannyasi uprising. The Fakir Sannyasi uprising was a theme of Bankim Chandra Chatterjee's famous Bengali novel Anandamath. So the theme of Anandamath was the Fakir Sannyasi uprising. Our national song Vande Mataram, that is in Sanskrit, it is a part of the novel Anandamath. Anandamath was a Bengali novel and Vande Mataram was included in that novel in Sanskrit. ഈ കൂട്ടത്തിലെ രണ്ടാമത്തെ കലാപം അല്ലെങ്കിൽ രണ്ടാമത്തെ ലഹള എന്ന് പറയുന്നത് സന്യാസി ലഹളയാണ്. സന്യാസി ലഹള നടന്ന കാലഘട്ടം 1770 1820 കാലഘട്ടമാണ്. സന്യാസി ലഹളയിൽ പങ്കെടുത്ത പ്രധാന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവർ സന്യാസികൾ എന്നറിയപ്പെടുന്ന ഹിന്ദുക്കളിലെ ഒരു വിഭാഗമായിരുന്നു. അവർ ഒരു കാലത്ത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ സൈന്യത്തിൽ പങ്കെടുത്തിരുന്നവരായിരുന്നു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ സൈനിക സേവനങ്ങളിൽ ഒരു കാലത്ത് പങ്കെടുത്തവരായിരുന്നു ഈ സന്യാസിമാർ. സന്യാസി ലഹളയിൽ നടന്നത് ബംഗാൾ, ബീഹാർ, ഒഡീഷ മുതലായ ഭാഗങ്ങളിലാണ്. ബംഗാൾ, ബീഹാർ, ഒഡീഷ മുതലായ ഭാഗങ്ങളിലാണ് സന്യാസി ലഹളയും നടന്നത്. സന്യാസി ലഹളയ്ക്ക് കാരണം സന്യാസിമാരുടെ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളായിരുന്നു. സന്യാസിമാരുടെ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശനത്തിന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളായിരുന്നു സന്യാസി ലഹളയ്ക്ക് കാരണം. സന്യാസി ലഹളയും ഫക്കീർ ലഹളയും രണ്ടും ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിൽ പോയിരുന്നുകൊണ്ട് ഈ സന്യാസി ഫക്കീർ ലഹള ഈ ലഹളയെ തീം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഈ ലഹളയെ ആസ്പദമാക്കിയിട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബംഗാളി നോവൽ ആനന്ദമഠം എഴുതിയത്. അപ്പോൾ ആനന്ദമഠം എന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിന്റെ തീം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ, ഒഡീഷ മുതലായ സ്ഥലങ്ങളിൽ നടന്ന സന്യാസി ഫക്കീർ ലഹളകളാണ്. ഈ രണ്ട് ലഹളകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം നോവൽ എഴുതിയത് ആനന്ദമഠം. ഇനി ആനന്ദമഠത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം. സംസ്കൃതത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന വന്ദേ മാതരം ആനന്ദമഠം എന്ന ഈ നോവലിലാണ് ഉള്ളത്. അപ്പോൾ സന്യാസി ലഹള എന്ന് പറയുന്നത് 1770 1820 കാലഘട്ടത്തിലായിരുന്നു. ഇതിലെ പ്രധാനമായി പങ്കെടുത്തിരുന്നവർ സന്യാസികൾ എന്നറിയപ്പെടുന്ന ഒരിക്കൽ നാട്ടുരാജ്യങ്ങളിലെ സൈനിക സേവനം അനുഷ്ഠിച്ചവരായിരുന്നു. ഈ കലാപം നടന്നത് ബംഗാൾ, ബീഹാർ, ഒഡീഷ മുതലായ ഭാഗങ്ങളിലായിരുന്നു. ഇനി ഈ ലഹളയ്ക്ക് കാരണം ബ്രിട്ടീഷുകാർ സന്യാസിമാർക്ക് അവരുടെ വിശുദ്ധ സ്ഥലങ്ങളുടെ സന്ദർശനത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൊണ്ടായിരുന്നു. സന്യാസി ലഹളയും ഫക്കീർ ലഹളയും ആസ്പദമാക്കിയിട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബംഗാളി നോവൽ ആനന്ദമഠം എഴുതിയത്. ആനന്ദമഠത്തിലാണ് നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം സംസ്കൃതത്തിലുള്ളത്. അപ്പോൾ അത്രയാണ് സന്യാസി ലഹള എന്ന ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പൈക്ക റിബലിയൻ ഓർ പൈക്ക വിദ്രോഹ. ഇറ്റ് occurred in Odisha. Paikas are the ex-militiamen of Raja of Khudra. So the Paika rebellion or Paika Vidroha, it is occurred in Odisha. Paikas are the ex-militiamen of Raja of Khudra. This rebellion takes place in Odisha in 1870. Paika rebellion happened in Odisha in 1870. The main leader of Paika Vidroha or Paika rebellion was Bakshi Jagabandhu. The main leader was Bakshi Jagabandhu. His real name was Vidyadhar Mahapatra. His real name was Vidyadhar Mahapatra. The important point is the government, our current government, decided to accept Paika Vidroha as the first war of Indian independence, but the ministry not yet finalized the order to
include it in text, in our study text. അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് പൈക്ക റിബലിയൻ അല്ലെങ്കിൽ പൈക്ക വിദ്രോഹ എന്നുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് പൈക്ക വിദ്രോഹ. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സർക്കാർ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഇപ്പോൾ നിലവിൽ അംഗീകരിച്ചിട്ടുള്ളത് 1857 സമരത്തേക്കാൾ പൈക്ക വിദ്രോഹയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് മന്ത്രാലയത്തിന്റെ ഉത്തരവ് കിട്ടാത്തത് കൊണ്ട് നിലവിലത് പുസ്തകങ്ങളിലും ടെക്സ്റ്റുകളിലും ഒന്നും വന്നിട്ടില്ല. നിലവിൽ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 പകരം പൈക്ക വിദ്രോഹ അല്ലെങ്കിൽ പൈക്ക റിബലിയനാണ്. അപ്പോൾ നമ്മൾ പൈക്ക വിദ്രോഹ അല്ലെങ്കിൽ പൈക്ക റിബലിയൻ 1817 ഒഡീഷയിലാണ് പൈക്ക വിദ്രോഹ അല്ലെങ്കിൽ പൈക്ക റിബലിയൻ നടന്നത്. 1817 ഒഡീഷയിലാണ് പൈക്ക വിദ്രോഹ അല്ലെങ്കിൽ പൈക്ക റിബലിയൻ നടന്നത്. പൈക്ക എന്ന് പറഞ്ഞാൽ ഖുദ്രയിലെ രാജാവിന്റെ മുൻ സൈനികരായിരുന്നു പൈക്കകൾ. ഖുദ്രയിലെ രാജാവിന്റെ മുൻ സൈനികരെയായിരുന്നു പൈക്കകൾ എന്ന് പറഞ്ഞിരുന്നത്. ഈ വിപ്ലവം നയിച്ച അവരുടെ നേതാവായിരുന്നു ബക്ഷി ജഗബന്ധു. പൈക്ക റിബലിയൻ നയിച്ച നേതാവായിരുന്നു ബക്ഷി ജഗബന്ധു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിരുന്നു വിദ്യാധർ മഹാപത്ര. ബക്ഷി ജഗബന്ധുവിന്റെ യഥാർത്ഥ പേരായിരുന്നു വിദ്യാധർ മഹാപത്ര. അപ്പോൾ പൈക്ക റിബലിയൻ അല്ലെങ്കിൽ പൈക്ക വിദ്രോഹ നിലവിൽ ഗവൺമെന്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആയിട്ട് അംഗീകരിക്കാൻ പോകുന്നത് പൈക്ക വിദ്രോഹ അല്ലെങ്കിൽ പൈക്ക റിബലിയനെയാണ്. ഇത് എന്നാണ് നടന്നത്? 1817 ഒഡീഷയിലാണ് പൈക്ക വിദ്രോഹ നടന്നത്. ആരാണ് പൈക്കകൾ? ഖുദ്രയിലെ രാജാവിന്റെ മുൻ സൈനികരെയാണ് പൈക്കകൾ എന്ന് പറയുന്നത്. ഇനി അവരുടെ നേതാവ് ആരായിരുന്നു? ബക്ഷി ജഗബന്ധു. ബക്ഷി ജഗബന്ധു ആയിരുന്നു പൈക്കകളുടെ നേതാവ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? വിദ്യാധർ മഹാപത്ര. അപ്പോൾ 1817 ഒഡീഷയിൽ അവിടുത്തെ രാജാവായിരുന്ന ഖുദ്രയിലെ രാജാവിന്റെ മുൻ സൈനികരായിരുന്ന പൈക്കകൾ നടത്തിയ പ്രക്ഷോഭമാണ് പൈക്ക വിദ്രോഹ. അവരുടെ നേതാവായിരുന്നു ബക്ഷി ജഗബന്ധു. ബക്ഷി ജഗബന്ധുവിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? വിദ്യാധർ മഹാപത്ര. നിലവിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നതാണ് പൈക്ക വിദ്രോഹ. നെക്സ്റ്റ് വൺ, റാമോസി അപ്രൈസിംഗ്. റാമോസി അപ്രൈസിംഗ് happened during the period of 1822 to 1829. Ramosis are the inferior policemen in the Maratha administration. Ramosis are the inferior policemen in the Maratha administration. The Ramosi uprising or the Ramosi revolt starts at Pune. The reason of this revolt was the dismissal of Ramosis from service, and their leaders were Chittur Singh and Umaji Naik. Chittur Singh and Umaji Naik. അപ്പോൾ നമ്മൾ മൂന്നാമതായി നോക്കാൻ പോകുന്നത് റാമോസി അപ്രൈസിംഗ് അല്ലെങ്കിൽ റാമോസി ലഹളയെ പറ്റിയിട്ടാണ്. റാമോസി ലഹള നടന്നത് 1822 1829 കാലഘട്ടത്തിലാണ്. റാമോസി ലഹള നടന്നത് 1822 1829 കാലഘട്ടത്തിലാണ്. റാമോസികൾ എന്ന് പറഞ്ഞാൽ മറാത്ത സർവീസിൽ ഉണ്ടായിരുന്ന താഴ്ന്ന റാങ്കിലുള്ള പോലീസുകാരായിരുന്നു റാമോസികൾ. മറാത്ത സർവീസിലെ താഴ്ന്ന റാങ്കിലുള്ള പോലീസുകാരായിരുന്നു റാമോസികൾ. അവരെ പൊടുന്നനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് റാമോസി ലഹളയ്ക്ക് കാരണം. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് റാമോസി ലഹളയ്ക്ക് കാരണം. റാമോസി ലഹള പൊട്ടിപ്പുറപ്പെട്ടത് പൂനെയിലാണ്. റാമോസി ലഹള പൊട്ടിപ്പുറപ്പെട്ടത് പൂനെയിലാണ്. റാമോസി ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നേതാക്കളാണ് ചിത്തൂർ സിംഗും ഉമാജി നായിക്കും. ചിത്തൂർ സിംഗും ഉമാജി നായിക്കുമായിരുന്നു റാമോജി ലഹളയുടെ നേതാക്കൾ. അപ്പോൾ റാമോജി ലഹള നടന്നത് 1822 1829 കാലഘട്ടത്തിലാണ്. റാമോസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാത്ത സർവീസിലെ താഴ്ന്ന റാങ്കിലുള്ള പോലീസുകാരാണ്.
അവരെ പിരിച്ചുവിട്ടത് മുതലാണ് അവർ ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. റാമോസി ലഹള പൊട്ടിപ്പുറപ്പെട്ടത് പൂനെയിലാണ്. ഈ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ് ചിത്തൂർ സിംഗും ഉമാജി നായിക്കും. ചിത്തൂർ സിംഗും ഉമാജി നായിക്കുമാണ് റാമോസി ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്. 1822, 1829 കാലഘട്ടത്തിൽ റാമോസി ലഹള നടക്കുന്നു. റാമോസികൾ എന്ന് പറഞ്ഞാൽ മറാത്ത അഡ്മിനിസ്ട്രേഷനിലെ താഴ്ന്ന റാങ്കിലുള്ള പോലീസുകാരാണ്. റാമോസി ലഹള പൊട്ടിപ്പുറപ്പെട്ടത് പൂനെയിലാണ്. ഈ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ചിത്തൂർ സിംഗും ഉമാജി നായിക്കും. നെക്സ്റ്റ് വൺ ഈസ് പഗൽപന്തി റിവോൾട്ട് ഇൻ 1825 to 1850. പഗൽപന്തി റിവോൾട്ട് ഇൻ 1825 to 1850. Pagalpandis are the socio-religious order in Bengal. Pagalpandis are the socio-religious order in Bengal, and the leader of this revolt was Tippu Shah. Tippu Shah was the leader of Pagalpandi. അടുത്തത് പകൽപന്തി പ്രക്ഷോഭത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. പകൽപന്തി പ്രക്ഷോഭം നടന്നത് 1825 മുതൽ 1850 വരെയുള്ള കാലഘട്ടത്തിലാണ്. പകൽപന്തി പ്രക്ഷോഭം നടന്നത് 1825 മുതൽ 1850 വരെയുള്ള കാലഘട്ടത്തിലാണ്. പകൽപന്തി എന്ന് പറഞ്ഞാൽ ബംഗാളിലുണ്ടായിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വിശ്വാസി സമൂഹമായിരുന്നു. പകൽപന്തി. പകൽപന്തി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് ടിപ്പു ഷാ. ടിപ്പു ഷായായിരുന്നു പകൽപന്തി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 1825 മുതൽ 1850 വരെ ബംഗാളിൽ നടന്ന പ്രക്ഷോഭമാണ് പകൽപന്തി പ്രക്ഷോഭം. പകൽപന്തി എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു സോഷ്യോ റിലീജിയസ് ഓർഡർ അല്ലെങ്കിൽ ഒരു വിശ്വാസി സമൂഹമാണ്. ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് ടിപ്പു ഷാ. ടിപ്പു ഷായാണ് പാഗൽപന്തി റിവോൾട്ട് അല്ലെങ്കിൽ പാഗൽപന്തി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ് important one is Wahhabism. Wahhabism was one of the important uprising during the earlier stage of Indian independence. It happened during the period of 1820 to 1870. 1820 to 1870. Wahhabism was a religious reforms movement at Islam. Wahhabism was a religious reform movement at Islam. The Wahhabi movement was under the leadership of Sayyid Ahmad Bareilly. The Wahhabi movement raised under the leadership of Sayyid Ahmad Bareilly. അടുത്തതായി നമ്മൾ നോക്കുന്നത് വഹാബിസം എന്ന പ്രക്ഷോഭമാണ്. വഹാബിസം എന്ന പ്രക്ഷോഭം ഇന്ത്യയിൽ നടന്നത് 1820-1870 കാലഘട്ടത്തിലാണ്. വഹാബിസം എന്ന പ്രക്ഷോഭം നടന്നത് 1820-1870 കാലഘട്ടത്തിലാണ്. വഹാബിസം എന്ന് പറയുന്നത് മുസ്ലിം മതത്തിലെ ഒരു പുരോഗമന പ്രക്ഷോഭത്തെയാണ്. വഹാബിസം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ഒരു പ്രസ്ഥാനമായിരുന്നു. മുസ്ലിം സമുദായത്തിലെ ഒരു പുരോഗമന പ്രസ്ഥാനമായിരുന്നു വഹാബിസം. വഹാബിസം നടന്ന കാലഘട്ടം 1820-1870 ആയിരുന്നു. ഈ വഹാബിസത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് സയ്യിദ് അഹമ്മദ് ബറേലി ആയിരുന്നു. സയ്യിദ് അഹമ്മദ് ബറേലി. ഇപ്പോൾ വഹാബിസം നടന്നത് 1820-1870 കാലഘട്ടത്തിലാണ്. വഹാബിസം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ഒരു പുരോഗമന പ്രസ്ഥാനമാണ്. വഹാബി മൂവ്മെന്റ് അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് സയ്യിദ് അഹമ്മദ് ബറേലി ആയിരുന്നു. സയ്യിദ് അഹമ്മദ് ബറേലി. വഹാബിസം 1820-1870. വഹാബിസം നേതൃത്വം നൽകിയത് സയ്യിദ് അഹമ്മദ് ബറേലി. നെക്സ്റ്റ് important one is revolt in Savantwadi. Revolt in Savantwadi. It occurred in 1844 in Maharashtra.
The revolt of Savantwadi occurred in 1844 in Maharashtra. The leader of the revolt was Phon Savant. The leader of the revolt of Savantwadi was Phon Savant. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ സാവന്ത്വാടി പ്രക്ഷോഭമാണ്. സാവന്ത്വാടി പ്രക്ഷോഭം നടന്നത് 1844 മഹാരാഷ്ട്രയിലാണ്. സാവന്ത്വാടി പ്രക്ഷോഭം നടന്നത് 1844 മഹാരാഷ്ട്രയിലാണ്. സാവന്ത്വാടി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫോൺ സാവന്ത് ആയിരുന്നു. ഫോൺ സാവന്ത് ആയിരുന്നു സാവന്ത്വാടി പ്രക്ഷോഭത്തിന്റെ നേതാവ്. അപ്പോൾ 1844 നടന്നൊരു പ്രക്ഷോഭമാണ് സാവന്ത്വാടി പ്രക്ഷോഭം. അത് നടന്നത് മഹാരാഷ്ട്രയിലാണ്. അതിന് നേതൃത്വം നൽകിയത് ഫോൺ സാവന്ത് ആയിരുന്നു. Move to the next one. Sambalpur revolt. Sambalpur revolt occurred during the period of 1827-1840. Sambalpur revolt occurred during the period of 1827-1840 in Odisha. Sambalpur revolt occurred in Odisha. The leader of Sambalpur revolt was Surendra Sai. The leader of Sambalpur revolt was Surendra Sai. അപ്പോൾ അടുത്തത് സമ്പൽപൂർ വിപ്ലവമാണ്. സമ്പൽപൂർ കലാപം. സമ്പൽപൂർ കലാപം നടന്നത് 1827-1840 കാലഘട്ടത്തിൽ ഒഡീഷയിലായിരുന്നു. സമ്പൽപൂർ കലാപം നടന്നത് 1827-1840 കാലഘട്ടത്തിൽ ഒഡീഷയിലായിരുന്നു. ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളാണ് സുരേന്ദ്ര സായി. സുരേന്ദ്ര സായിയാണ് സമ്പൽപൂർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ സമ്പൽപൂർ കലാപം നടന്നത് 1827-1840 കാലഘട്ടത്തിലാണ്. ഒഡീഷയിലാണ് സമ്പൽപൂർ കലാപം നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് സുരേന്ദ്ര സായി ആയിരുന്നു. സുരേന്ദ്ര സായിയാണ് സമ്പൽപൂർ കലാപത്തിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് വൺ ഈസ് കുക്ക റിവോൾട്ട്. കുക്ക റിവോൾട്ട് happened during the period of 1860 to 1870 in Punjab. Kuka revolt happened during the period of 1860 to 1870 in Punjab. The Kuka movement, that is the movement behind Kuka revolt, that was found by Bhagat Jawahar Mal. Bhagat Jawahar Mal. He was popularly known as Sian Sahib. Bhagat Jawahar Mal, popularly known as Sian Sahib. The movement was led by his disciple Balak Singh. The Kuka movement or the Kuka revolt, it was led by Bhagat Jawahar Mal, otherwise Sian Sahib, and his disciple Balak Singh. അടുത്തായി നമ്മൾ നോക്കുന്നത് കുക്ക റിവോൾട്ട് അല്ലെങ്കിൽ കുക്ക വിപ്ലവം അല്ലെങ്കിൽ കുക്ക പ്രക്ഷോഭം എന്നതാണ്. 1860-1870 കാലഘട്ടത്തിൽ പഞ്ചാബിൽ നടന്നതാണ് കുക്ക റിവോൾട്ട് അല്ലെങ്കിൽ കുക്ക പ്രക്ഷോഭം. 1860-1870 കാലഘട്ടത്തിൽ പഞ്ചാബിലാണ് കുക്ക കലാപം അല്ലെങ്കിൽ കുക്ക പ്രക്ഷോഭം പുറപ്പെടുന്നത്. കുക്ക എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കുക്ക കലാപത്തിന് പിന്നിൽ. കുക്ക, KUKA, കുക്ക. ഈ കുക്ക മൂവ്മെന്റ് അല്ലെങ്കിൽ കുക്ക പ്രസ്ഥാനം സ്ഥാപിച്ചത് ഭഗത് ജവഹർ മാൾ എന്നയാളാണ്. ഭഗത് ജവഹർ മാൾ. അദ്ദേഹം പ്രശസ്തനായത് സിയാൻ സാഹിബ് എന്ന പേരിലാണ്. സിയാൻ സാഹിബ് എന്ന പേരിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഭഗത് ജവഹർ മാൾ. അദ്ദേഹമാണ് കുക്ക എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇനി കുക്ക റിവോൾട്ട് അല്ലെങ്കിൽ കുക്ക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഭഗത് ജവഹർ മാളും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ബാലക് സിംഗുമായിരുന്നു. ഭഗത് ജവഹർ മാലും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ബാലക് സിംഗുമാണ് കുക്ക റിവോൾട്ടിന് നേതൃത്വം നൽകിയത്. അപ്പോൾ കുക്ക റിവോൾട്ട് നടന്നത് 1860-1870 കാലഘട്ടത്തിൽ എവിടെയാണ്? പഞ്ചാബിലാണ്. ഈ കുക്ക റിവോൾട്ടിന് പിന്നിലുണ്ടായിരുന്ന സംഘടനയാണ് കുക്ക. ആ സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ഭഗത് ജവഹർ മാൾ.
ഈ ഭഗത് ജവഹർ മാലിന് ജനകീയനായിരുന്ന മറ്റൊരു പേരായിരുന്നു സിയാൻ സാഹിബ്. സിയാൻ സാഹിബ് എന്നായിരുന്നു ഭഗത് ജവഹർ മാലിന്റെ മറ്റൊരു പേര്. ഇനി കുക്ക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഭഗത് ജവഹർ മാലും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ബാലക് സിംഗും കൂടിയാണ്. ആരൊക്കെയാണ്? ഭഗത് ജവഹർ മാലും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ബാലക് സിംഗുമാണ് കുക്ക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് വൺ ഈസ് ഗഡ്കരി അപ്രൈസിംഗ്. ഗഡ്കരി അപ്രൈസിംഗ് happened in 1844 in Maharashtra. Gadkari uprising happened in 1844 in Maharashtra. Gadkaris were the hereditary servants at Marathas attached to fort. Gadkaris were the hereditary servants of Marathas attached to their fort. The Gadkari rebellion or the Gadkari uprising rose in 1844 at Kolhapur, Maharashtra. This Gadkari uprising rose or start in 1844 at Kolhapur, Maharashtra. അടുത്തായി നമ്മൾ നോക്കുന്നത് ഗഡ്കരി അപ്രൈസിംഗ് ആണ്. ഗഡ്കരി അപ്രൈസിംഗ് അല്ലെങ്കിൽ ഗഡ്കരി കലാപം. ഗഡ്കരി കലാപം നടന്നത് 1844 1844 ഗഡ്കരി കലാപം നടന്നത്. ഗഡ്കരികൾ എന്ന് പറഞ്ഞാൽ മറാത്ത സാമ്രാജ്യത്തിന്റെ പാരമ്പര്യമായി വന്ന വേലക്കാരാണ്. മറാത്ത സാമ്രാജ്യത്തിലെ അവരുടെ കോട്ടകളോട് ചേർന്നുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി പാരമ്പര്യമായി തുടർന്നു വന്നിരുന്ന ജോലിക്കാരെയാണ് ഗഡ്കരികൾ എന്ന് പറയുന്നത്. ആ ഗഡ്കരികൾ തുടങ്ങി വച്ച പ്രക്ഷോഭമാണ് ഗഡ്കരി പ്രക്ഷോഭം. അത് നടന്നത് 1844 1844 ഗഡ്കരി പ്രക്ഷോഭം നടന്നത്. ഗഡ്കരികൾ എന്ന് പറഞ്ഞാൽ മറാത്ത സാമ്രാജ്യത്തിലെ അവരുടെ കോട്ടകളോട് ചേർന്ന് പാരമ്പര്യമായി ജോലി ചെയ്തു വന്നിരുന്നവരാണ് ഗഡ്കരികൾ. അവർ തുടങ്ങിയ പ്രക്ഷോഭമാണ് ഗഡ്കരി പ്രക്ഷോഭം 1844. ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ 1844 മഹാരാഷ്ട്രയിലെ കോലാപൂരിലാണ് 1844 ഗഡ്കരി വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഗഡ്കരി അപ്രൈസിംഗ് അല്ലെങ്കിൽ ഗഡ്കരി വിപ്ലവം 1844. ഗഡ്കരികൾ എന്ന് പറഞ്ഞാൽ മറാത്ത സാമ്രാജ്യത്തിലെ കോട്ടകളോട് ചേർന്ന് തന്നെ പാരമ്പര്യമായി ജോലി ചെയ്തു വന്നിരുന്നവരാണ്. ഈ വിപ്ലവം തുടക്കം കുറിച്ചത് 1844 മഹാരാഷ്ട്രയിലെ കോലാപൂരിലായിരുന്നു. മഹാരാഷ്ട്രയിലെ കോലാപൂരിലാണ് ഗഡ്കരി അപ്രൈസിംഗ് നടക്കുന്നത് 1844. Next important one is Indigo Revolt or Neel Bidraha. Indigo Revolt or Neel Bidraha in 1859-1860 period. The Indigo Revolt was by indigo farmers in Bengal. The Indigo Revolt was started by the indigo farmers in Bengal. Their leaders were Digambar Biswas and Vishnu Biswas. The leaders of Indigo Revolt was Digambar Biswas and Vishnu Biswas. They were the leaders of Indigo Revolt. Neel Darpan is a Bengali play based on the incident of Indigo Revolt. The play was written by Dinabandhu Mitra. Neel Darpan is a Bengali play based on the incident of Indigo Revolt written by Dinabandhu Mitra. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിഗോ റിവോൾട്ട് അല്ലെങ്കിൽ ഇൻഡിഗോ കലാപം, നീല കലാപം. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം, നീലം കലാപം അല്ലെങ്കിൽ നീൽ ബിദ്രഹ. ഇൻഡിഗോ റിവോൾട്ട് അല്ലെങ്കിൽ നീൽ ബിദ്രഹ, നീലം കലാപം 1859 1860 ബംഗാളിലെ നീലം കർഷകർ തുടങ്ങി വെച്ച പ്രക്ഷോഭമാണ് ഇൻഡിഗോ റിവോൾട്ട് അല്ലെങ്കിൽ നീലം കലാപം അല്ലെങ്കിൽ നീൽ ബിദ്രഹ. 1859 1860 കാലഘട്ടത്തിൽ ബംഗാളിലെ നീലം കർഷകർ തുടങ്ങിയ പ്രക്ഷോഭമാണ് ഇൻഡിഗോ റിവോൾട്ട് അല്ലെങ്കിൽ നീല കലാപം അല്ലെങ്കിൽ നീൽ ബിദ്രഹ. ഇനി നീലം കലാപത്തിന് ബംഗാളിൽ നേതൃത്വം കൊടുത്തവരാണ് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും.
നീലം കലാപത്തിന് ബംഗാളിൽ നേതൃത്വം കൊടുത്തവരാണ് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. ഇനി 1859 1860 കാലഘട്ടത്തിൽ നടന്ന നീലം കലാപത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര ബംഗാളിൽ എഴുതിയ നോവലാണ് നീൽ ദർപ്പൺ. ഇന്ത്യോ കലാപം അല്ലെങ്കിൽ നീലം വിപ്ലവത്തെ അടിസ്ഥാനപ്പെടുത്തി ദീനബന്ധു മിത്ര ബംഗാളിൽ എഴുതിയ നോവലാണ് നീൽ ദർപ്പൺ. അപ്പോ ഇൻഡിഗോ റിവോൾട്ട്, നീൽ വിദ്രാഹ അല്ലെങ്കിൽ നീലം വിപ്ലവം നടന്നത് 1859 1860 കാലഘട്ടത്തിലാണ്. ആരാണ് ഈ വിപ്ലവത്തിൽ പങ്കെടുത്തത്? ബംഗാളിലെ നീലം കർഷകരാണ് ഈ വിപ്ലവത്തിൽ പങ്കെടുത്തത്. അവർക്ക് നേതൃത്വം നൽകിയത് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമായിരുന്നു. ഇനി നീലം കലാപത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര ബംഗാളിൽ എഴുതിയ നോവലാണേത്? നീൽ ദർപ്പൺ. നീൽ ദർപ്പണാണ് ബംഗാളിൽ എഴുതിയ നോവൽ. അത് എഴുതിയത് ദീനബന്ധു മിത്ര. നെക്സ്റ്റ് വൺ ഈസ് ഡെക്കാൻ റയോട്ട്സ്. Deccan riots happened in 1875 in Pune, Satara and Ahmednagar. Deccan riots happened in 1875 in Pune, Satara and Ahmednagar. The participants were the farmers. The participants of Deccan riots were the farmers and their leader was Vasudev Balwant Phatke. The leader of Deccan riots was Vasudev Balwant Phatke. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് ഡെക്കാൻ പ്രക്ഷോഭം അല്ലെങ്കിൽ ഡെക്കാൻ റയോട്ട്സ് എന്നതാണ്. ഡെക്കാൻ പ്രക്ഷോഭം നടന്നത് 1875 1875 ഡെക്കാൻ പ്രക്ഷോഭം നടന്നത്. പൂനെ, സത്താറ, അഹമ്മദ്നഗർ എന്നിവിടങ്ങളിലായിട്ടാണ് ഡെക്കാൻ പ്രക്ഷോഭം നടന്നത്. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് കർഷകരായിരുന്നു. ഈ കർഷകർക്ക് നേതൃത്വം നൽകിയ ആളാണ് വസുദേവ് ബൽവന്ത് ഫാട്കെ. വസുദേവ് ബൽവന്ത് ഫാട്കെയാണ് ഡെക്കാൻ വിപ്ലവത്തിന് അല്ലെങ്കിൽ ഡെക്കാൻ റയോട്ട്സിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഡെക്കാൻ വിപ്ലവം നടന്നത് 1875 അത് നടന്നത് പൂനെ, സത്താറ, അഹമ്മദ്നഗർ മുതലായ സ്ഥലങ്ങളിലാണ്. ഈ സമരത്തിൽ പങ്കെടുത്തത് കർഷകരാണ്. ഈ കർഷകർക്ക് നേതൃത്വം കൊടുത്തത് വസുദേവ് ബൽവന്ത് ഫാട്കെയാണ്. വസുദേവ് ബൽവന്ത് ഫാട്കെയാണ് ഡെക്കാൻ റയോട്ട്സ് അല്ലെങ്കിൽ ഡെക്കാൻ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ് വൺ ഈസ് ഏക മൂവ്മെന്റ്. ഏക മൂവ്മെന്റ് arose in 1920-1922 by the peasants in Uttar Pradesh. Eka movement arose in 1920-1922 by the peasants in Uttar Pradesh. This movement was in the earlier stage started by the Congress and the Khilafat. The Eka movement in the earlier stage was started by Congress and Khilafat. But later the leadership changed to Madarsi Pasi, a tribal leader. The leadership later changed to Madari Pasi, a tribal leader. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഏക മൂവ്മെന്റ് എന്നതാണ്. ഏക പ്രസ്ഥാനം. ഏക മൂവ്മെന്റ് 1920-22 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ കർഷകർക്കിടയിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ് ഏക മൂവ്മെന്റ്. 1920-22 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ കർഷകർക്കിടയിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് ഏക മൂവ്മെന്റ്. ഈ പ്രക്ഷോഭത്തിന് തുടക്കത്തിൽ നേതൃത്വം നൽകിയത് കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവുമായിരുന്നു. ഏക മൂവ്മെന്റിന് തുടക്കത്തിൽ നേതൃത്വം നൽകിയത് കോൺഗ്രസും ഖിലാഫത്തുമായിരുന്നു. പക്ഷെ പിന്നീട് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം ഏറ്റെടുത്ത ഒരു ട്രൈബൽ ലീഡറാണ് മദാരി പാസി. ഏക മൂവ്മെന്റിന് പിന്നീട് അതിന്റെ നേതൃത്വത്തിലേക്ക് വന്ന ഒരു ട്രൈബൽ ലീഡറാണ് മദാരി പാസി. അപ്പോൾ ഏക മൂവ്മെന്റ് നടന്നത് 1920-22 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ കർഷകരാണ് ഏക മൂവ്മെന്റിൽ പങ്കെടുത്തത്. ഈ ഏക മൂവ്മെന്റ് തുടക്കത്തിൽ കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവുമാണ് നേതൃത്വം നൽകിയതെങ്കിലും പിന്നീട് അതിന്റെ നേതൃത്വം ആരിലേക്ക് എത്തി? മദാരി പാസി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ലീഡറിലേക്ക് എത്തി. So that's all about the important uprising. Earlier uprising happened in the North Indian side. Now look into some of the important uprising in the southern side. When it came to South India, the most important uprising or rebellion against British were
the Polygar Wars or the Paliyakarar Wars. The Polygar Wars or the Paliyakarar Wars. Polygar or Paliyakarar is a feudal title given to certain class of rulers or divans in Tamil Nadu and Karnataka, or the rulers or divans of the princely states in Tamil Nadu and Karnataka. Polygar or Paliyakarar. The first instance of Polygar revolt or the Polygar rebellion was happened between the Polygars of Tirunelveli against the British between 1799 to 1805. It was the first instance when Polygars took part in a rebellion against British. The first Polygar war was between Veerapandya Kattabomman, the Polygar or Paliyakarar of the Panjalakurchi in the Tirunelveli, and British in 1799. The first Polygar war. The second Polygar war was between Marudhu brothers and the British in 1801 to 1802. Second Polygar war. And later in 1846, the Polygar of Kurnool, Narasimha Reddy, also took part in a rebellion against British. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് ആണെങ്കിൽ അവിടെ നടന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളിലൊന്നാണ് പോളിഗർ വാർ അല്ലെങ്കിൽ പാലിയക്കരാർ വാർ. പോളിഗർ വാർ അല്ലെങ്കിൽ പാലിയക്കരാർ വാർ. പോളിഗർ അല്ലെങ്കിൽ പാലിയക്കരാർ എന്ന് പറയുന്നത് തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലെ നാട്ടുരാജ്യങ്ങളിലെ ദിവാൻ അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേര്, ടൈറ്റിൽ, ബഹുമതികളാണ്. പോളിഗർ അല്ലെങ്കിൽ പാലിയക്കരാർ എന്ന് പറയുന്നത് തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലെ നാട്ടുരാജ്യങ്ങളിലെ ദിവാൻ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേരാണ് പോളിഗർ അല്ലെങ്കിൽ പാലിയക്കരാർ വാർ. പോളിഗറുകളും ബ്രിട്ടീഷുകാരുമായി നടന്ന പ്രക്ഷോഭങ്ങളാണ് പോളിഗർ വാർസ് അല്ലെങ്കിൽ പോളിഗർ റിബലിയൻസ്. അത്തരത്തിലൊരെണ്ണം ആദ്യം നടന്നത് തിരുനെൽവേലിയിലെ പോളിഗറും ബ്രിട്ടീഷുകാരുമായിട്ട് നടന്നത് 1799 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1799 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിൽ തിരുനെൽവേലിയിലെ പോളിഗർമാരും ബ്രിട്ടീഷുകാരുമായി നടന്ന പ്രക്ഷോഭങ്ങളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ആദ്യത്തെ പോളിഗർ വാർ നടക്കുന്നത് വീരപാണ്ഡ്യ കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഒന്നാം പോളിഗർ യുദ്ധം നടക്കുന്നത് 1799. വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് തിരുനെൽവേലിയിലെ പാഞ്ചാലക്കുറിച്ചി എന്ന് പറയുന്ന ഭാഗത്ത് പോളിഗർ അല്ലെങ്കിൽ പാലിയക്കരാർ. അവിടുത്തെ റൂളറായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇപ്പോൾ പാഞ്ചാലക്കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് 1799 നടന്ന യുദ്ധമാണ് ഫസ്റ്റ് പോളിഗർ വാർ. പാഞ്ചാലക്കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരുമായി നടന്ന യുദ്ധമാണ് ഫസ്റ്റ് പോളിഗർ വാർ. ഇനി പാഞ്ചാലക്കുറിച്ചി എന്ന് പറയുന്നത് തിരുനെൽവേലിയിലാണ്. ഫസ്റ്റ് പോളിഗർ വാർ നടന്നത് 1799. ഇനി രണ്ടാം പോളിഗർ യുദ്ധം നടന്നത് 1801, 1802 കാലഘട്ടത്തിൽ മരുത് സഹോദരങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. മരുത് സഹോദരങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിലാണ് 1801, 1802 കാലഘട്ടത്തിൽ രണ്ടാം പോളിഗർ യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ രണ്ടാം പോളിഗർ യുദ്ധം നടക്കുന്നത് 1801, 1802 കാലഘട്ടത്തിൽ മരുത് ബ്രദേഴ്സും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഇനി ഇക്കൂട്ടത്തില് 1846 കർണൂലിലെ നരസിംഹറെഡ്ഡി എന്ന് പറയുന്ന പോളിഗർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് പുറപ്പെട്ടു. ഇക്കൂട്ടത്തിൽ അടുത്തതാണ് 1846 കർണൂലിലെ പോളിഗറായിരുന്ന നരസിംഹറെഡ്ഡിയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് പുറപ്പെട്ടു. അപ്പോൾ മൊത്തം 3 പോയിന്റുകളാണ് പോളിഗർ വാർസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നടന്ന വിപ്ലവമാണ് പോളിഗർ വാർസ് അല്ലെങ്കിൽ പാലിയക്കരാർ വാർസ്. പോളിഗർ അല്ലെങ്കിൽ പാലിയക്കരാർ എന്ന് പറയുന്നത് തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലെ നാട്ടുരാജ്യങ്ങളിലെ ചില പ്രത്യേക ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്ക് നൽകുന്ന ടൈറ്റിൽ അല്ലെങ്കിൽ സ്ഥാനപ്പേരാണ്. പോളിഗർ വാർ ആദ്യമായി നടന്നത് തിരുനെൽവേലിയിലെ പോളിഗർമാരും
ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഫസ്റ്റ് പോളിഗർ വാർ നടക്കുന്നത് 1799 പാഞ്ചാലക്കുറിച്ചിയിലെ പോളിഗർ അല്ലെങ്കിൽ റൂളറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. പാഞ്ചാലക്കുറിച്ചി എന്ന് പറയുന്നത് തിരുനെൽവേലിയിലാണ്. ഇനി രണ്ടാം പോളിഗർ യുദ്ധം നടക്കുന്നത് 1801, 1802 കാലഘട്ടത്തിൽ മരുത് ബ്രദേഴ്സും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഇനി അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തേതാണ് കർണൂലിലെ പോളിഗറായിരുന്ന നരസിംഹ റെഡ്ഡിയും ബ്രിട്ടീഷുകാരും തമ്മിൽ കലാപത്തിൽ ഏർപ്പെട്ടത് 1846. 1846 നരസിംഹ റെഡ്ഡിയും ബ്രിട്ടീഷുകാരുമായി കലാപത്തിൽ ഏർപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കിട്ടൂർ റിബലിയൻ ഓർ കിട്ടൂർ അപ്രൈസിംഗ്. The Kittur Revolt or the Kittur Rebellion or the Kittur Uprising took place during a period of 1824 to 1829. 1824 to 1829. Kittur Uprising. It happened in Kittur, Karnataka. The Kittur Uprising occurred in Kittur, Karnataka. The leader of the revolt was Kittur Chennamma, the ruler of Kittur, and her assistant Rayappa. The leader was Kittur Chennamma, the ruler, and her assistant Rayappa. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ അടുത്തായി നോക്കുന്നത് കിട്ടൂർ കലാപം അല്ലെങ്കിൽ കിട്ടൂർ വിപ്ലവം എന്നതാണ്. കിട്ടൂർ റിബലിയൻ അല്ലെങ്കിൽ കിട്ടൂർ വിപ്ലവം നടന്നത് 1824-29 കാലഘട്ടത്തിൽ കർണാടകത്തിലെ കിട്ടൂർ എന്ന സ്ഥലത്താണ്. കിട്ടൂർ കലാപം നടന്നത് 1824-29 കാലഘട്ടത്തിൽ കർണാടകയിലെ കിട്ടൂർ എന്ന സ്ഥലത്താണ് കിട്ടൂർ കലാപം നടക്കുന്നത്. ഈ കിട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് കിട്ടൂരിലെ ഭരണാധികാരിയായിരുന്ന കിട്ടൂർ ചെന്നമ്മയും കിട്ടൂർ ചെന്നമ്മയുടെ സൈന്യാധിപനായിരുന്ന രായപ്പയുമായിരുന്നു. കിട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് കിട്ടൂർ ചെന്നമ്മയും കിട്ടൂർ ചെന്നമ്മയുടെ സൈന്യാധിപനായിരുന്ന രായപ്പയുമായിരുന്നു. അപ്പോൾ കിട്ടൂർ റിബലിയൻ അല്ലെങ്കിൽ കിട്ടൂർ റിവോൾട്ട് നടന്നത് 1824-29 കാലഘട്ടത്തിലാണ്. അത് നടന്നത് കർണാടകയിലെ കിട്ടൂരിലാണ്. ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കിട്ടൂർ ചെന്നമ്മ, കിട്ടൂരിലെ ഭരണാധികാരിയും അവരുടെ സൈന്യാധിപനായിരുന്ന രായപ്പയുമായിരുന്നു. So friends, this is all about the point relating to the earlier uprising related to the British India, and the remaining part or the remaining point related to the uprising we will discuss in our next class. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാലങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്തത്. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലുമായി നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നന്ദി.